ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അങ്ങനെ ഒരുപാട് കമൻസ് കണ്ടു. നൗഫൽക്ക സിനുവിൻ്റെ പാട് എന്താണ്, സിനുവിന് ഓക്കെ ആണോ, സിനു ഇല്ലാതെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്, എന്താണ് സിനു ഇല്ലാത്ത ദിവസങ്ങൾ എന്നൊക്കെ കുറേ കമൻസ് കണ്ടു ഗൈസ്. അപ്പോൾ സിനുവിൻ്റെ പാടെന്താണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇനി 23-ാം തീയതി നമ്മുടെ സ്കാനിങ് ഉണ്ട്, 9-ാം മാസം സ്കാനിങ് ഉണ്ട്. അപ്പോൾ 9-ാം മാസത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു, വീട്ടിൽ നിജാസിൻ്റെ ഉപ്പയും നിജാസിൻ്റെ അനിയനും ഉമ്മയൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവരെ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാജഡി ആയിരുന്നു. കാരണം ഇന്ന് സൺഡേ ആവുകൊണ്ട് ഇന്നലെ അവിടുന്ന് പുറപ്പെട്ടു. അപ്പോൾ ഒരുപാട് ലോങ് അവർ ബസ്സിലിരിക്കേണ്ടി വന്നു, KSRTCയിൽ വന്നപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഇൻഷാ അല്ലാഹ് അവരിവിടെ എത്തിയിട്ടുണ്ട്. കല്യാണം കൂടണം, പിന്നെ കല്യാണത്തിൻ്റെ വ്ളോഗ് കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ അപ്ലോഡ് ചെയ്തവരെ എഡിറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ സിനു ഓക്കെയാണ്, സിനുവിൻ്റെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഒരുപാട് കമൻസ് കണ്ടാന്ന്, നൗഫൽക്ക മരുമോനെ നമ്മൾ ഉമ്മർപ്പടിയിൽ ഇരുത്തരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. സത്യം പറഞ്ഞാൽ ഞാൻ എവിടെ ഇരുത്തണതല്ല, ഓൻ്റെ ഇഷ്ടമാണ്. പിന്നെ നമുക്കൊക്കെ ഒരു ഭാഗ്യം, നമ്മളെന്താ വെച്ചാൽ മരുമോനായിട്ടല്ല ഒരിക്കലും നമ്മൾ നിജാസിനെ കാണുന്നത്, ഉമ്മയുടെ രണ്ടാമത്തെ ഒരു മകനായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇതുണ്ടാവും. ഓക്കെ, കാരണം നമുക്ക് മരുമോന് മകന് അങ്ങനെ വേർതിരിവ് വരുമ്പോൾ അതൊരു കുടുംബം എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ്, സന്തോഷത്തിൽ അടിച്ചു പൊളിച്ച് പോകണം. അത് അവർ നമ്മളെ കൂടെ അങ്ങ് സെറ്റാവണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണോ അതൊക്കെ ചെയ്യുമ്പോഴാണ് രസം. അതിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ മതി, അത് ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാവും. എൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ നമ്മൾ മരുമോൻ്റെ ഇതിലാണ് നമ്മൾ ആദ്യം കൊണ്ടുപോയത്. പക്ഷേ നമ്മൾ മകൻ്റെ ഇതിലേക്ക് ഇങ്ങോട്ട് വന്നു, അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് പോയി കഴിച്ചത്. അപ്പോൾ അങ്ങനെയാണ്, ആരും തെറ്റിദ്ധരിക്കേണ്ട. നമുക്ക് അങ്ങനെ എങ്ങനെയൊക്കെ നിൽക്കാൻ നമുക്കറിയും. പക്ഷേ അവരുടെ ഹാപ്പിനെസ് എന്താണോ, അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ നിൽക്കുന്നുള്ളൂ. നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു റൂം ഓൽക്ക് കൊടുത്തൂടെ, അങ്ങനെ ആക്കിക്കൂടെ, ഇങ്ങനെ ആക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചു ഗൈസ്. അപ്പോൾ റൂം ഓൽക്ക് തന്നെ കൊടുത്തിട്ടുള്ള, ഞാൻ ആ റൂമിൽ 2 ദിവസമായിട്ട് ഞാൻ ആ റൂമിൽ കിടക്കുന്നില്ല. റൂമിൽ നിജാസിൻ്റെ ഉപ്പാനും ഉമ്മയും അനിയനൊക്കെ പാടാ റൂമിൽ, അതിന് മാത്രമുള്ള റൂമേ നമ്മുടെ വീട്ടിലുള്ളൂ. പിന്നെ ചക്കരക്കും നിജാസിന് ഒരു റൂം, പിന്നെ ഉമ്മയും ബാക്കിയുള്ള കുട്ടികളും മക്കളൊക്കെ ഹാളിൽ, ഉപ്പാക്കൊരു റൂം തനിയെ എന്തായാലും വേണം. അപ്പോൾ എനിക്ക് കിടക്കാൻ റൂമില്ല ഗൈസ്. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് റൂമിൽ കിടക്കും. കാരണം നമ്മൾ വന്ന അതിഥികളെ നമ്മൾ നേരെ നോക്കണം ഗൈസ്, അല്ലേ? അപ്പോൾ എന്തായാലും ഉമ്മ ഇവിടെ നിൽച്ചാൽ നമ്മൾ വലിയ പേരെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒക്കെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ആവില്ലമ്മ. ഇനി ഇതിൽ അംഗങ്ങൾ വരാൻ കിടക്കണേ ഉള്ളൂ. ഒക്കെ വലിയൊരു കുടുംബമായിട്ടുണ്ടേ, അല്ലേ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ഈ കുപ്പായ മാറിക്ക. ഞാൻ റമീസ വിചാരിച്ചു, റമീസ് നേരത്തെ ഇങ്ങനെ ഒരു കുപ്പായത്തിൽ നിന്നിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര അടിപൊളിയായിരുന്നു. ഈ എറണാകുളം വരെ ട്രെയിനിൽ പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ബസ്സിൽ വന്നു. വലിയ കുഴപ്പമുണ്ടായില്ല. കുഴപ്പമുണ്ടായ ആൾക്കാർ ഇവരാണ്. എത്ര ആദ്യമായിട്ടല്ല ഇങ്ങനെ ബസ്സിന് വരുന്നത്, 9 മണിക്കൂർ 11.5 മണിക്കൂർ യാത്ര. അവിടുന്ന് എത്ര മണിക്കാ കയറിയ? 9:45 കയറി രാവിലെ. ഇവിടെ ഇറങ്ങിയപ്പോ രാത്രി 9 മണി. 9 മണിക്ക് ഇറങ്ങിയിട്ടില്ല, 9:15 ഇറങ്ങി. 9 മണിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ബസ്സിൽ വന്നത്. ബാക്കിയെല്ലാം കാറിലല്ലേ വന്നത്. ഇന്നലെ മഴയൊക്കെ ആയിട്ട് റോഡ് ഫുള്ള് ആയതുകൊണ്ട് ശനിയാഴ്ച വീട്ടിൽ പോകുന്ന ആൾക്കാരെല്ലാം നമ്മള് വന്ദേ ഭാരത് കിട്ടില്ല, കുറച്ച് ടൈം ബുക്ക് ചെയ്യണല്ലേ? 1 മാസം മുന്നേ ബുക്ക് ചെയ്യണം. 1 മാസം മുന്നേ ബുക്ക് ചെയ്യണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ വരുമ്പോ എത്ര ഇടങ്ങേറാവണ്ടല്ലോ, ഭയങ്കര ക്ഷീണാണ്. നമുക്ക് എന്താന്ന് വെച്ചാൽ മട്ടിച്ചു. ഇനി ബസ്സിൽ വരില്ലല്ലോ. അല്ല, അതൊന്ന് ടെസ്റ്റ് അടിക്കണത് നല്ലതാ. ചക്കര ഒരു ദിവസം ബസ്സിൽ കൊണ്ടുപോകട്ടോ. ചക്കര കാറിൽ കൊണ്ടുവന്നു, കാറിൽ യാത്ര ചെയ്ത്, ട്രെയിനിൽ യാത്ര ചെയ്ത്, അടുത്ത് ബസ്സിലൊന്നുണ്ട്. ബസ് ബൈക്ക് കൊണ്ടേക്കണേ. ബൈക്കില് ഇങ്ങോട്ട് വന്ന എങ്ങനെയാണ്? ബുക്ക് ചെയ്ത ബസ്സില്ലേ, അതാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. എല്ലാ സ്റ്റോപ്പിലും കയറി ഇറങ്ങി. കാറിലാവുമ്പോ എന്താ വെച്ചാ ചായ കുടി നടക്കും. ചായ കുടി ഓർ തിരിഞ്ഞു ഓടിക്ക, ആവശ്യത്തിന് ഇറങ്ങാ, കണ്ടല് നൂർത്ത, കാറാ നല്ല. അപ്പൊ ഏറ്റവും സുഖം കാറ്, നമ്മള് വന്നതിൽ ഏറ്റവും സുഖം.
15 മിനിറ്റേ ഉള്ളായിരുന്നു. പെട്ടെന്ന് കഴിച്ചു. രാത്രി വെളുപ്പിനിറങ്ങിയ ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ എത്തുകയും ചെയ്യും. റോഡ് ബ്ലോക്കും ഇല്ല. ഇനി ട്രെയിന് വരാം. ഇനി ട്രെയിന് സുഖം. വന്ദേ ഭാരത് ആച്ച ഒന്നും കൂടി സുഖം അല്ലേ? പെട്ടെന്ന് എത്തും. പക്ഷെ നേരത്തെ ബുക്ക് ചെയ്യണം. ബുക്കിംഗ് നേരത്തെ ചെയ്യണം. നല്ല സൗകര്യം ഷൊർണൂര് വരെ വരും. വന്ദേ ഭാരത് ഒറ്റപ്പാലത്തില്ല, ഷൊർണൂര്. 5 മണിക്കൂറിനുള്ളിൽ എത്തിയല്ലോ. നിങ്ങൾ ബസ് ഇറങ്ങിയില്ലേ കൊളപ്പുള്ളി, അവിടെ തന്നെ ഇറങ്ങാം. അപ്പൊ നമ്മൾ അങ്ങനെ വൈകുന്നേരത്ത് എന്താണ് പണി? ചോറും കൂട്ടാനും കറികളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് ബിരിയാണി നമ്മൾ ഉച്ചക്ക് കഴിച്ചു. അപ്പം ഇനി വൈകുന്നേരത്തേക്ക് നമ്മൾ ഉണ്ടാക്കുക നല്ല മീൻകറി അല്ലേ? മീൻകറിയും പരിപ്പ് മീൻ പൊരിക്കുക. ഓക്കെ. പിന്നെന്താ വെച്ചാൽ നാളെ ഇനി വിരുന്നുണ്ട്. സിനുവിൻ്റെ അടുക്കുള്ള വിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താക്കും, അപ്പോൾ എപ്പോഴും ബിരിയാണി കൊടുത്തു കഴിഞ്ഞാൽ ബിരിയാണിയിൽ മട്ടിക്കും. അപ്പോൾ നമുക്ക് നാടൻ ബിരിയാണി ഉണ്ടോ? അപ്പോൾ മീൻ ചെറിയ ഇവർക്ക് കഷ്ണം മീൻ അത്ര പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചൂര വാങ്ങി. ഓക്കെ. അപ്പൊ എന്തായാലും ഗൈസ് ഒരുപാട് കമന്റ്സുകൾ കാണാണ്ട്. മരുമകനെ നമ്മൾ നിലത്തിരുത്തി ഉമ്മർത്തിരുത്തി നമ്മളിരുത്തിയതാണോ? എന്താ ഉമ്മ മകനായിട്ടാണ് കാണുന്നത് അല്ലേ? നമ്മള് മരുവനും മകനും രണ്ടാണ്. പക്ഷെ മരുവനായിട്ട് തന്നെ കാണണം കുറച്ച് ദിവസം. അത് നമ്മൾ കാണാതിരിക്കണമെന്നില്ല. നമ്മളെന്താ വെച്ചാൽ നമ്മള് വേണ്ടതൊക്കെ നമ്മള് ചെയ്തു. അതായത് അതാണ് ചില മരുക്കളൊക്കെ ഒന്ന് അണഞ്ഞു വരാനെങ്കിൽ കുറച്ച് ടൈം എടുക്കും. കാരണം മുണ്ടിയിട്ട് ഇവരങ്ങനെ ഒന്നുമില്ല. അപ്പൊ എല്ലാരോടും ഒരേ മാതിരിയാണ്. അങ്ങനെ കിട്ടാനും വേണം അല്ലേ? കാരണം എല്ലാവരോടും ഒരേ പെരുമാറ്റമാണ്. നമ്മളെവിടെ ഇരിക്കുന്ന അവിടെ വന്നിരിക്കും. നമ്മുടെ കൂടെ എങ്ങനെ ആണെങ്കിലും പോരും. ഒരു കുറവോ ഒരു ഇതോ ഒന്നും ഇല്ലാതെ അങ്ങനെ ചെയ്താൽ അങ്ങനെയാണ്. ചിലപ്പോൾ അടുത്ത കുറേ ഒരു കമൻറ്റ്, ഭയങ്കര രസകരമായ ഒരു കമൻറ്റ് ഉണ്ട്. മരുമക്കൾ ആരെങ്കിലും അടുക്കളയിൽ കയറുമെന്ന്. അതെന്താ മരുമക്കൾക്ക് അടുക്കളയിൽ കയറിയത് ചോദിക്കുമ്പോൾ ഓ അടുക്കളയിലേക്ക് വരലുണ്ട്, അടുക്കളയിൽ കയറലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഓൻ ഇവിടെ അടുക്കളയിൽ ഞാൻ അവിടെ സിറ്റ് ഔട്ടിൽ പൂളക്കേക്കും ചായയും കുടിച്ച പാത്രം ഉണ്ടായിരുന്നു. ഓനെ എടുത്തിട്ട് വന്നു. ഞാൻ എന്ത് ചങ്ങായി വെറുതെ എടുത്തിട്ട് പോണെന്ന് വിചാരിച്ചു. അതായത് കണ്ട പണി കൊടുക്കുന്നുണ്ട്. ഓലെ പെരക്കാരൊക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മൾ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത്. നമ്മള് ഞാൻ പാലിന് പോകുമ്പോ വേണ്ടപ്പോ ഞാൻ പോയിക്കോളാം പറഞ്ഞു. പാത്രക്കടിയിൽ പോയി പാലൊക്കെ വാങ്ങിട്ട് വന്നു. അങ്ങനെയൊക്കെ ഓരോ എന്റെ മൂത്തമരും ചെയ്യൂട്ടോ. മൂത്തമര് വള്ളത്തിന് പോകണെങ്കിൽ പിന്നാലെ വള്ളത്തിന് വന്നിട്ട് വള്ളം കോരും തത്തറോട്. മരുക്കളൊക്കെ അടിപൊളി. മകൻ മാത്രമാണ് ഒന്നിനും പറ്റാത്തത് അല്ലേ? മകനെ ഞാനായി ശീലിച്ചിട്ടില്ല. ഓ ഇന്റെ അടിയേന്ന് പറഞ്ഞ മതി. മകനായത് ഞാൻ ശീലിച്ചിട്ടില്ല. ചക്കരക്ക് പിന്നെ കുറച്ച് അഹങ്കാരം കൂടിക്കണം. ചാടയൊക്കെ ഭയങ്കരമായിട്ട് മൊബൈലിക്കൊന്നും നോക്കൂല. എന്നാ വരി മറക്കരുത് നീന്നല്ലേ? ആരൊക്കെ മൊബൈലാ നോക്കണ്ട്? ഓന്റെ മൊബൈല് നോക്കണം, സോപ്പിടയില് നോക്കണം, അന്റയില് നോക്കണം. ഇന്ത്യയില് ഞാൻ എപ്പോഴേലേ വരുന്നുള്ളൂ നിങ്ങളുടെ അടുത്തേക്കൊക്കെ. എന്നാ ഞാൻ നിങ്ങളെ എടുക്കണില്ല കൈസ്. ഉമ്മ പരാതി പറയുന്നുണ്ട്. അതാണ് മോളെ ഓന്റെ ഇളയച്ചന്റെയില് നോക്കണം. എല്ലാവർക്കും വ്ളോഗ് തന്നെയാണ്. എല്ലാവരും ചാനൽ തുടങ്ങിക്കണം. ഒക്കെ സെറ്റ് ആവട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും നല്ല ജീവിതമൊക്കെ വരട്ടെ. എല്ലാരും എടുക്കട്ടെ. അപ്പൊ എന്തായാലും ഗൈസ് അങ്ങനെ നിജാസിന്റെ വീട്ടുകാർ വന്ന അഭിപ്രായം പറഞ്ഞ പോലെ ആകെ ബസ്സിൽ വന്നുകൊണ്ട് ചവി ഇട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു ട്രെയിനിലേ വരുള്ളൂ. എന്തായാലും ഒന്ന് വന്ന് ശീലിച്ചു. ചക്കരനെയാണ് നമുക്ക് ഇനി ട്രെയിനിൽ വിടണ്ടുമ്മ അല്ലേ? ചക്കരനെ ബസ്സിന് വിടണം അല്ലേ? ചക്കര നല്ല പണിയിലാണ്. കാരണം എന്താ വെച്ചാൽ ഉപ്പാക്കും ഉമ്മാക്കും നല്ല പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. നല്ല മഴയുണ്ട്, ചെറിയൊരു മഴ ഉണ്ടോ, നല്ല മഴക്കാറും മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ചൂടത്ത് നമ്മൾ ഇന്നലെ പോളയും കപ്പയും അല്ല പോളയും ചമ്മന്തി നിന്ന മാതിരി പഴംപൊരിയും ചായ ആക്കാൻ വേണ്ടി പോകും. പഴംപൊരി നല്ല പഴമാണല്ലേ? ഇതിന്റെ കല ഇതാണ്. ഇതെവിടെ ഓട്ടോ ഉറുമ്പിന്റെ പൊടി ഇട്ട മാതിരി. അതെന്ത് സാധനം? ഉറുമ്പൊടിയൊന്നല്ലല്ലോ അത്. എവിടെ ഓട്ടാറ്? അപ്പം എന്തായാലും ഇത്രേ ഉള്ളൂ. അങ്ങനെ പതാരിക്കണം എന്തായാലും നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ അറിയിക്കാൻ വേണ്ടി വന്നാണല്ലോ.